ഹായ്, എല്ലാവർക്കും നമസ്കാരം. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് തമ്പനയിലിൽ കണ്ട പോലെ 1K സബ്സ്ക്രൈബർ ആയാൽ യൂട്യൂബ് 200 രൂപ തരുമോ, അല്ലെങ്കിൽ യൂട്യൂബ് 200 രൂപയാണോ നമുക്ക് തരിക? അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ കരാട്ടെ ക്ലാസ്സിൽ പോയപ്പോഴേ നമ്മളൊരു പയ്യനെ പുതിയതായിട്ട് അവിടെ പരിചയപ്പെട്ടിരുന്നു. ഞാൻ അറിയാത്ത നമ്മുടെ പുതിയ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനലിൽ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മളൊരു കരാട്ടയൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻ്റ് ആണ്, അല്ലാണ്ട് ഞാനൊരു പഠിപ്പിക്കുന്ന മാസ്റ്റർ അല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പയ്യനെ പുതിയതായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവനുമായിട്ട് സംസാരിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ചേട്ടൻ അപ്പോൾ ചേട്ടൻ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കുറച്ചുണ്ട്, കറക്റ്റായിട്ട് ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ അവനോട് ചോദിച്ചു, ചേട്ടൻ ഒരു 1K സബ്സ്ക്രൈബർ ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ അവനോട് എടുത്തൊഴുകി ചോദിച്ചു, 1K സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഒരു 200 രൂപ കിട്ടുമല്ലോ ചേട്ടാന്ന് ചോദിച്ചു. ഒരു സെക്കൻഡ് നേരത്തേക്ക് എൻ്റെ കിളി പോയി. ഒരു കെ സബ്സ്ക്രൈബർ ആയാലും 200 രൂപ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 1K സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ 200 രൂപ മീൻസ്, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കൗണ്ടിനനുസരിച്ച് യൂട്യൂബ് പൈസ തരുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഞാനൊന്ന് സെക്കൻഡ് മിണ്ടാണ്ടായി പോയി. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. യൂട്യൂബ് 200 രൂപ തരുമോ, അത് 200 രൂപ തരുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ഒരു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ എനിക്ക് ഇനി തുടങ്ങുമ്പോൾ പറയാനുള്ളത്, നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറഞ്ഞ ആദ്യത്തെ കടമ്പ പിന്നിട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു നന്ദി പറയാന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. എന്ത് കാര്യം നമുക്കാണ് ഇപ്പോൾ 1K, അപ്പോൾ പലരും ചിന്തിക്കും ഇതെന്താണ് വല്ല 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി അല്ലെങ്കിൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയി എത്ര വലിയ ഒരു വീഡിയോ ചെയ്ത് നന്ദി. പക്ഷെ അങ്ങനെയല്ല. ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യത്തെ 1K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരന് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അത്ര ഈസി ആയിരിക്കില്ല. അതും ഒരു ചാനൽ പരമാവധി ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഈ കടമ്പ എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയൊരു സംഭവമായിട്ടുണ്ട് തോന്നിയത്. നമുക്ക് ആദ്യം തന്നെ പറയാം, 8 മാസം കഴിഞ്ഞ് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 8 മാസം പൂർത്തിയായപ്പോൾ, അതൊരു 7.5 മാസമൊക്കെ ആയപ്പോഴാണ് നമുക്ക് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് ഫാമിലി നമുക്ക് ഇപ്പം ഉണ്ട്. അതിന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഈ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. പിന്നെ ഓരോരുത്തരോടായിട്ടുള്ള നന്ദി പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ആദ്യം തന്നെ നന്ദി പറയാനുള്ളത്, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എന്നെപ്പോലൊരു സാധാരണക്കാരന് ലഭിച്ചത് യൂട്യൂബ് എന്ന് പറയുന്ന വലിയൊരു ലോകത്തിൽ തന്നെ 2ാമത്തെ സെർച്ച് എഞ്ചിനായ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത്, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എന്നെപ്പോലെയൊക്കെയുള്ള ഒരു സാധാരണക്കാരന് തന്ന യൂട്യൂബിന് തന്നെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊരു ചാനൽ തുടങ്ങണം എന്നുള്ള ആഗ്രഹമൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷം 6 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണും, സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന പരിപാടി എനിക്കുണ്ട്. ഞാനും വൈഫും കൊച്ചൊക്കെ ഇരുന്ന് കാണാറുണ്ട്. ഞാൻ തന്നെ ഇരുന്ന് കാണും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട വീഡിയോസ് അവർക്ക് ഇഷ്ടമല്ലെങ്കിലും നിർബന്ധിച്ച് അവരെയും കൂടി കാണിക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ എനിക്കുണ്ടായിരുന്നു ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനൊരു ചാനൽ. നമ്മുടെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനും മോളും കൂടി അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അങ്ങനെ വൈഫിന് അയച്ചു കൊടുത്തിരുന്നു. ആ വീഡിയോ ആണ് വൈഫ് ഒരു ചാനലൊക്കെ സെറ്റ് ചെയ്ത് ആദ്യം അതിൽ അപ്ലോഡ് ചെയ്തത്. അതിന് അത്യാവശ്യം അന്ന് തന്നെ ഒരു 500 വ്യൂസൊക്കെ വന്നിരുന്നു. ഒരു ആദ്യത്തെ വീഡിയോന് ഒരു 500 വ്യൂസൊക്കെ നമുക്ക് കിട്ടി. അത് അത്യാവശ്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, വൈഫിൻ്റെ വീട്ടിലുള്ളവർ, പിന്നെ നമ്മുടെ കുറച്ച് പരിചയക്കാരൊക്കെ ആയിട്ടാണ് ആദ്യം തന്നെ ചാനലിൽ നമ്മുടെ വന്ന് കണ്ടതും സബ്സ്ക്രൈബ് ചെയ്തതും. അങ്ങനെ അവരിലൂടെയൊക്കെ കുറച്ച് വ്യൂസ് നമുക്ക് വന്നു. അങ്ങനെയാണ് നമ്മളൊരു ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ, ഒരു ആദ്യത്തെ എനിക്ക് തോന്നുന്നു ലോങ് വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് ആദ്യത്തെ ഒരു 50 വീഡിയോളം വൈഫ് തന്നെയാണ് അതിൻ്റെ എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നത്. പിന്നെയാണ് ഞാൻ ഇപ്പം നമ്മുടെ ചാനലിൽ പ്രത്യേകിച്ച് പറയാൻ മറന്ന ഒരു, ശ്രദ്ധിക്കാത്തവർക്ക് അറിയുമെന്ന് അറിയില്ല, എല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല,
205 വീഡിയോസ് 8 മാസം പിന്നിട്ട് 205 വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരു 47-48 ലോങ് വീഡിയോസാണ്, ബാക്കി മുഴുവൻ ഷോർട്സ് ആണ്. പിന്നെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം നമ്മുടെ ചാനലിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു 35% ആൾക്കാർ ഷോർട്സ് മാത്രമാണ് കാണുന്നത്, 33% ആൾക്കാർ ലോങ് വീഡിയോസ് മാത്രമാണ് കാണുന്നത്, രണ്ടും കൂടി കാണുന്നത് 10-30% ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസും ഉണ്ട്, ഷോർട്സും ഉണ്ട്. അപ്പോൾ എല്ലാവരും പരമാവധി ഇറങ്ങണ എല്ലാ വീഡിയോസും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എന്നാലാണ് നമുക്കൊരു പുതിയ യൂട്യൂബർക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് യാത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ, ഈ ചാനൽ എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ആ വീഡിയോ പർട്ടിക്കുലർ നിങ്ങൾ ആ കണ്ട വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഇറങ്ങിപ്പോവുക. അപ്പോഴാണ് നമ്മുടെ 2025 യൂട്യൂബിൻ്റെ ഇതനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈക്കും അതുപോലെ നിങ്ങൾ അഭിപ്രായം കമൻറ്റുകളും, പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ടൈം ഡ്യൂറേഷൻ, നിങ്ങൾ എത്ര നേരം വീഡിയോ കാണുന്നു അതിനൊക്കെ അനുസരിച്ചാണ് യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ നന്ദി പറയാനുള്ളത്, ഇങ്ങനെ ഒരു ചാനലായിട്ട് തുടങ്ങി തന്നത് വൈഫ് തന്നെയാണ്. വൈഫിനോട് ഉള്ള നന്ദി. പിന്നെ നമ്മുടെ ചാനലിൽ പല വീഡിയോസും ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്, ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്യണത്, പല ഷോർട്ട് വീഡിയോസിൻ്റെയും ലോങ് വീഡിയോസിൻ്റെയും ഒക്കെ ഇതുകൾ ചെയ്തിട്ടുള്ളത് എൻ്റെ മോള് തന്നെയാണ്, ആലിയ അന്നക്കുട്ടി തന്നെയാണ് നമ്മുടെ ക്യാമറ ചെയ്തിട്ടുള്ളത്. അപ്പം അന്നക്കുട്ടിയോട് അതിനുള്ള നന്ദി പറയണം. അതുപോലെ ഇനി നന്ദി പറയാൻ ഒരുപാട് ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട്. അവരോടെല്ലാവരോടും നന്ദി പറയുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. ചാനൽ അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ചാനലിൽ വന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അതുപോലെ ചാനലിൽ വന്ന് വീഡിയോ വാച്ച് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, അവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ചാനലിൽ വന്ന് കമൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്, ലൈക്ക് ചെയ്ത ആൾക്കാർ, അങ്ങനെ എല്ലാവർക്കും, ഡിസ്ലൈക്ക് ചെയ്ത ആൾക്കാർ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. പിന്നെ എടുത്തു പറയാനുള്ളത്, ഇനി ഓരോരുത്തരോടായിട്ട് ഞാൻ കുറച്ച് കരാട്ടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കരാട്ടെ വീഡിയോ ചെയ്തത് മുഹമ്മദ് മുനീറാണ് താരെന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ആ വീഡിയോയിൽ വന്ന ഒരു കരാട്ടെ വീഡിയോയ്ക്ക് തുടക്കം തന്ന മുഹമ്മദ് മുനീറിനും അവനെ കൊണ്ടുവന്ന അതിന് സഹകരിച്ച അവൻ്റെ വാപ്പയ്ക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. പിന്നെ കരാട്ടെ വീഡിയോസ്, നമ്മളൊരു കരാട്ടെ ചെയ്യുമ്പോൾ അതിനെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നും കൂടെ നിൽക്കുന്ന എൻ്റെ കിഴിപ്പള്ളിക്കര ഡോജോയിലെ ഷാജി മാസ്റ്ററാണ് നമ്മളെ കരാട്ടെ പഠിപ്പിക്കുന്നത്, എന്നെയും മോളെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാജി മാസ്റ്റർ കരാട്ടെ മാത്രം പഠിപ്പിക്കുക മാത്രമല്ല, നമുക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തരുന്നുണ്ട്. മാസ്റ്റർക്കും അതുപോലെ ഡോജോയിലുള്ള നമ്മുടെ കൂടെ പഠിക്കുന്ന പിള്ളേർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ കരാട്ടെ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് ബെൽറ്റുകൾ മാത്രം പങ്കെടുത്തൊരു ക്യാമ്പിൻ്റെ വീഡിയോ, ഒരു 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആലോചിച്ച് കഴിഞ്ഞ് എൻ്റെ മാസ്റ്ററോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഏറ്റവും അധികം സഹകരിച്ചത് അത് കരാട്ടെ ഞങ്ങളുടെ ഇന്ത്യൻ ചീഫ് ഉസ്മാൻ മാസ്റ്റർ നേരിട്ട് നയിച്ച ഒരു ക്യാമ്പായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത, മീൻസ് അതിനോട് അനുമതി തന്ന ഉസ്മാൻ മാസ്റ്റർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയണു. പിന്നെ കരാട്ടയുടെ വീഡിയോസ് നമ്മൾ ചെയ്തു തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരു കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടക്കണ്ടായി. അവിടേക്ക് ഷാജി മാസ്റ്റർ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പങ്കെടുത്തിരുന്നില്ല, കാണാൻ പോയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു. അവിടെ നമ്മളോട് സഹകരിച്ച കരാട്ടയുടെ ആൾക്കാരുണ്ട് കുറച്ച്. അതിൽ എടുത്തു പറയേണ്ട, എനിക്ക് ഇന്നും ഞാൻ അവരുമായിട്ട് നല്ല റിലേഷനിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഇന്നും കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ എടുത്തു പറയപ്പെട്ട പ്രശസ്തരായിട്ടുള്ള നമ്മുടെ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കരാട്ടേനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, ഒരു സൺഡേ സപ്ലിമെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അതിൽ ഒരു ഫുൾ പേജ് തന്നെ മനോരമ മാറ്റിവെച്ച
ഒരു തൃശ്ശൂർ ജില്ലയുടെ അഭിമാനമായിട്ടുള്ള സെൻസായി ഗിഫ്റ്റി മരിയ, അവരോട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയണം. തുടർന്നും അവരുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഗിഫ്റ്റി മരിയ, സെൻസായി ഗിഫ്റ്റി മരിയയുടെ ഒപ്പം തന്നെ അവരുടെ ഡോജോയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഇതിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സഞ്ജയ് മാസ്റ്റർ, ആളോട് നന്ദി പറയണം. പിന്നെ നമ്മുടെ ചാമ്പ്യൻഷിപ്പിന്റെ വീഡിയോസ് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ചിലേക്ക് വന്ന ഒരു സ്റ്റൈലിഷ് കരാട്ടെ താരം, അല്ലെങ്കിൽ പിന്നീടാണ് അദ്ദേഹം ഒരു സെൻസായി മാസ്റ്റർ എന്ന് പറഞ്ഞത്, മിസ്റ്റർ മനീഷ് ചാവക്കാട് എന്ന് പറഞ്ഞ സെൻസായി മനീഷ് ചാവക്കാട്, അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം നമ്മുടെ ചാനലിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിനോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. തുടർന്നും അവരുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരുണ്ട്. പിന്നെ എനിക്ക് കരാട്ടെ റിലേറ്റഡ് കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ആ വിഭാഗത്തിൽപ്പെട്ട അതിൽ നമ്മുടെ വീഡിയോസിൽ വന്ന എല്ലാ താരങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. പിന്നെ പറയാനുള്ളത്, ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോ ആയിട്ട് കുറച്ച് ഡാൻസ് പെർഫോമൻസുകൾ നമ്മുടെ ചാനലിൽ വന്നിരുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. കുറച്ച് ഷോർട്ട് വീഡിയോസിൽ ഡാൻസുകൾ ഉണ്ടായിരുന്നു. അത് തൃപ്പയാറ് നാട്യശ്രീ എന്ന് പറയുന്ന ഒരു അക്കാദമി, ഡാൻസ് അക്കാദമിൻ്റെ അവരാണ്, അവരുടെ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഡാൻസ് പെർഫോമൻസ് ആണ് നമ്മുടെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടുത്തെ ടീച്ചർക്കും ടീച്ചറുടെ മോൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അവരുടെ ടീച്ചറുടെ മോളെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന വേറൊരു പല്ലയിലുള്ളൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്കും നമ്മൾ നന്ദി പറയണം. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കരാട്ടെ വീഡിയോസ് കഴിഞ്ഞു, ഡാൻസിൻ്റെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ വീഡിയോസിൽ നല്ല രീതിയിൽ റീച്ചിലേക്ക് വന്നിട്ടുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അത്യാവശ്യം ഒരു നല്ല റീച്ചിലെത്തിയത് ഇരിഞ്ഞാലക്കുട പെരുന്നാൾ. അപ്പോൾ ഇരിഞ്ഞാലക്കുട പെരുന്നാൾ ചെയ്തപ്പോൾ അവിടുത്തെ വളണ്ടിയേഴ്സ്, അതിൽ സഹകരിച്ച എല്ലാ ഭാഗത്തു നിന്നും നാട്ടുകാർ, അവരോട് നമ്മുടെ ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയണം. പിന്നെ നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് ആയിട്ട് ഈ അടുത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമുക്ക് റീച്ചിലേക്ക് വന്നൊരു വീഡിയോ എന്ന് പറയുന്നത്, പടിഞ്ഞാറേ മന എന്ന് പറഞ്ഞ മനയിലേക്ക് തേവര് വരുന്ന ഒരു ചടങ്ങ് നടന്നിരുന്നു നമ്മുടെ ഈ അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ ആ വീഡിയോന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റീച്ചിലേക്ക് എത്തിയിരുന്നു. ഒരുപാട് കമൻസുകൾ, നല്ല രീതിയിലുള്ള കമൻറ്റുകൾ കിട്ടിയിരുന്നു. അപ്പോൾ ഏറ്റവും ഹൃദ്യമായ നന്ദി ആ പടിഞ്ഞാറേ മനയിലുള്ള ഓരോ അംഗങ്ങളോടും നമ്മുടെ ചാനലിൻ്റെ നന്ദി അറിയിക്കാണ്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഷോർട്ട് വീഡിയോ, ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ഇറങ്ങിയതിൽ ഒരു 85K കടന്നുകൊണ്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഒരു ജസ്റ്റ് 9 seconds ഉള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് അത്. എൻ്റെ പെങ്ങളുടെ മോളുടെ ഹോളി കമ്മ്യൂണിയൻ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് അത്. നല്ല രീതിയിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനെനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതിലൂടെ നമുക്ക് ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അതിലെൻ്റെ മോളും എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് വേദയാണ് അതിൽ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. പിന്നെ നമ്മുടെ ചാനലിൽ നമുക്ക് എടുത്തു പറയേണ്ട 1-2 പേരുകളുണ്ട്. മിസ്റ്റർ റോബിൻ വലിവീട്ടിൽ, കാട്ടൂർ സിറ്റി ഗോൾഡിൻ്റെ ഓണർ കൂടിയായ മിസ്റ്റർ റോബിൻ വലിവീട്ടിൽ, അദ്ദേഹം നമ്മളെ പല വീഡിയോകൾ എടുക്കാനായിട്ട് നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, മാപ്രാണം പെരുന്നാൾ, ചിറ്റാട്ടുകര നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, ചിറ്റാട്ടുകര, അങ്ങനെ ഉത്രാളിക്കാവ്, അങ്ങനെ പല സ്ഥലങ്ങളിലും പുള്ളി പ്രത്യേക താല്പര്യം എടുത്തിട്ട് നമ്മളെ അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് പോകാം, നമുക്ക് ഒരുമിച്ച് തന്നെ കൊണ്ടുപോവുകയും അങ്ങനെ ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള മിസ്റ്റർ റോബിൻ വലിവീട്ടിൽ, കാട്ടൂർ സിറ്റി ഗോൾഡ് ഉണ്ട്. ആൾക്കാർക്ക് വല്ല താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ, ഗോൾഡൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടൊന്നും ജസ്റ്റ് പോകാവുന്നതാണ്. സിറ്റി ഗോൾഡ് നിങ്ങൾക്ക് ന്യായമായ രീതിയിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് എൻ്റെ ഉറപ്പ്. അപ്പോൾ അദ്ദേഹം നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷിബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നെയ്ബർ ഷിബു, അദ്ദേഹം എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അവിടെ നിന്ന പ്രോഗ്രാം ഉണ്ട്, അവിടെ നിന്ന കാര്യങ്ങളുണ്ട്, പിന്നെ അദ്ദേഹം നല്ല രീതിയിലുള്ള കമൻറ്റുകൾ നമ്മുടെ ചാനലിൽ വന്ന് വീഡിയോസ് കണ്ടിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഷിബു കുവൈറ്റിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് ഷിബു. അദ്ദേഹത്തോടും നമ്മുടെ ചാനലിൻ്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 8 മാസം പിന്നിട്ടിരിക്കുന്നു. ഈ 8 മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചാനലിൻ്റെ വീഡിയോസ് എടുക്കാൻ ഒക്കെ പോയിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. വളരെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിരുന്നു.
പിന്നെ നമ്മുടെ എടത്തിരുത്തിയിലെ NKSC എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ക്ലബ്ബ് ഉണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് അവർ. അവരുടെ വോളിബോളിൻ്റെ ടൂർണമെൻറ്റ് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ചെയ്തിരുന്നു. അവർ നമ്മളെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാരവാഹികളോട് നമ്മൾ നന്ദി പറയുന്നു. പിന്നെ നമ്മൾ കാട്ടൂർ ഒരു ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, ഇഫ്താർ സംഘം. അപ്പോൾ നമ്മൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒന്ന് പോയി കാണുക. അത് നല്ല ഇൻഫോർമേഷനുള്ള വീഡിയോസാണ് അതൊക്കെ. അതിൻ്റെ വീഡിയോ എടുക്കാൻ എന്നെ സഹായിച്ച എൻ്റെ ഫ്രണ്ട് കൂടിയായിട്ടുള്ള കരാട്ടെ സെൻറ്ററിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന മിസ്റ്റർ അൻവർ നമ്മളെ വിളിച്ച് അതിന് ഹെൽപ്പ് ചെയ്തിരുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി. നമ്മൾ അങ്ങനെ ഒരുപാട് ഏതെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഡാൻസ് ആയാലും കരാട്ടെ ആയാലും മറ്റ് പെർഫോമൻസുകളായാലും അല്ലെങ്കിൽ നമ്മൾ പെരുന്നാളിൻ്റെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ചാനലിൽ ഭാഗമായിട്ടുള്ള ആൾക്കാരോട് പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ വരുമ്പോൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വീഡിയോ ജസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അത് നമ്മുടെ വീഡിയോയിൽ വരുന്ന ആളുകൾ നമ്മുടെ ഈ ചാനലിനോട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ചാനൽ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അപ്പം നിങ്ങൾ നമ്മുടെ ചാനലുമായിട്ട് കുറച്ചും കൂടി മറ്റുള്ള ജസ്റ്റ് വന്ന് കണ്ടുപോകുന്ന ആൾക്കാരെക്കാളും കൂടുതലായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് വിലയിരുത്തി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല ആൾക്കാരും നമ്മുടെ വീഡിയോയിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളത്, അവരുടെ ഷോർട്ടും വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ അവരുടെ ഇതുകൾ കഴിയുമ്പോൾ പിന്നെ അവർ നമ്മുടെ ചാനലിൽ വന്ന് വീഡിയോ കാണുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാറില്ല. കാരണം അവരൊന്നും കമൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ഒന്ന് അറിയിക്കുക. ആ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റുകൾ അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള പരിപാടികൾ, ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞില്ലേ, ഏത് ചാനൽ തുടങ്ങിയാലും അല്ലെങ്കിൽ എന്ത് സംഭവം തുടങ്ങിയാലും അതിനൊരു ഫ്യൂച്ചർ, അതിൻ്റെ ഭാവി പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ചാനലിൽ നമ്മൾ ഡാൻസ് പെർഫോമൻസുകൾ, ആർക്കെങ്കിലുമൊക്കെ ഡാൻസുകൾ കളിക്കാൻ താല്പര്യമുണ്ട്, പുറത്ത് മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യമുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ പിൻ ചെയ്ത് വെക്കും. അതുപോലെ നമ്മൾ വീഡിയോയുടെ ഇടയിൽ നമ്മുടെ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ കാണിക്കും. ഡാൻസ് പെർഫോമൻസുകൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അക്കാദമികളോ അല്ലെങ്കിൽ പേഴ്സണൽ വ്യക്തികൾക്കോ നമ്മുടെ ചാനലിനെ സമീപിക്കാവുന്ന നമ്മുടെ നമ്പർ വയ്ക്കും. അതുപോലെ കരാട്ടെ റിലേറ്റഡ് വീഡിയോ ചെയ്ത് അത് പുറത്ത് ആൾക്കാരെ അറിയിക്കാൻ, ഇങ്ങനെ ഒരു ഡോജോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്കാദമി ഇവിടെ നടക്കുന്നുണ്ടെന്ന് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കാണിക്കാൻ താല്പര്യമുള്ള കരാട്ടെ റിലേറ്റഡ് വീഡിയോ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർക്കും നമ്മുടെ ചാനലിൻ്റെ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിലെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പരമാവധി എല്ലാവരും ആ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ചാനലിൻ്റെ നമ്പർ ഞാൻ ഇതിൽ വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കരാട്ടെ റിലേറ്റഡ് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർ പേഴ്സണലായിട്ട് വ്യക്തികൾക്കോ അല്ലെങ്കിൽ അക്കാദമികൾക്കോ താല്പര്യം അവർക്ക് ബന്ധപ്പെടാം. ഡാൻസ് പെർഫോമൻസ് വ്യക്തികൾക്കായാലും അക്കാദമികൾക്കായാലും നമ്മുടെ ചാനലിനെ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കും നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി നമ്മുടെ ചാനൽ പ്രൊമോഷൻ വീഡിയോസ്, അതായത് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ റിസോർട്ടുകൾ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ആ വീഡിയോ അവിടെ വന്ന് നമ്മൾ എടുത്ത് പ്രൊമോഷൻ വീഡിയോസ് നമ്മുടെ ചാനലിന് ചെയ്യാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഇതുകൾ റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ റിസോർട്ടുകൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ ചാനലിന് പൂരങ്ങൾ, പെരുന്നാളുകൾ, നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വീഡിയോ വന്ന് കാണുന്ന ആൾക്കാർ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഈ കോൺടാക്ട് നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് നമ്മൾ അറിയിച്ചാൽ ഉപകാരമായിരിക്കും. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവിടെ വന്ന് നമ്മൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് സഹകരിക്കും. എൻ്റെ അറിവ് അനുസരിച്ച് യൂട്യൂബിനെ കുറിച്ച് എനിക്കുള്ള വളരെ പരിമിതമായ അറിവാണ്. നിങ്ങളെപ്പോലെയൊക്കെ തന്നെ യൂട്യൂബിൻ്റെ ട്യൂട്ടോറിയലുകൾ കണ്ടിട്ടും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ പല ട്യൂട്ടോറിയൽ കണ്ടിട്ടും ഒക്കെ ഉള്ള, അല്ലാണ്ട് യൂട്യൂബിൻ്റെ ആരും എന്നോടൊന്നും ഡയറക്റ്റ് കോൾ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ട്യൂട്ടോറിയൽ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയാം, ഈ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയാലും മില്യൺ ആയാലും ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിന് യൂട്യൂബ് ആർക്കും പൈസ കൊടുക്കുന്നില്ല.
പക്ഷേ യൂട്യൂബിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ, നമ്മളെ യൂട്യൂബ് ഒരു യൂട്യൂബറായിട്ട് അംഗീകരിക്കണമെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബറും ഒരു മിനിമം വേണ്ട കാര്യമാണ്. ഒരു 1000 സബ്സ്ക്രൈബറും അതുപോലെ 4000 വാച്ച് അവേഴ്സും നമുക്ക് ഒരു ഇയർ 1 ഇയറിൽ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് ലോങ് വീഡിയോസിന്. ഷോർട്സിനാണെങ്കിൽ 10 മില്യൺ വ്യൂസ്, അതായത് 10 ലക്ഷം വ്യൂസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്താലാണ് യൂട്യൂബ് നമ്മുടെ ചാനൽ വെരിഫൈ ചെയ്ത് നമ്മുടെ 4000 വാച്ച് അവർ അല്ലെങ്കിൽ 10 ലാക്സ് വ്യൂസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ യൂട്യൂബ് പരിശോധിച്ച് നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തിയാക്കാൻ പറ്റും. അങ്ങനെ പൂർത്തിയാക്കി കഴിയുന്ന ചാനലുകൾക്കാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം, നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് നമുക്ക് യൂട്യൂബിൽ ഇത്ര സബ്സ്ക്രൈബർ കൗണ്ട് വന്നതുകൊണ്ടോ ലൈക്ക് വന്നുകൊണ്ടോ കമന്റ് വന്നുകൊണ്ടോ ഒന്നും നമുക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാനം വരില്ല. നമുക്കൊരു യൂട്യൂബിൽ നിന്ന് വരുമാനം വരണമെങ്കിൽ 1 ഇയറിൽ, ഒരു വർഷത്തിന്റെ ഇടയിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഓർഗാനിക് വാച്ച് അവർ. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ തന്നെ കണ്ട് ഞാൻ തന്നെ വാച്ച് അവർ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം അല്ല. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അത് പബ്ലിക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു, ആ പബ്ലിക് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് കമന്റുകളും ലൈക്കും അതുപോലെ വാച്ച് അവറും കിട്ടി 4000 വാച്ച് അവർ 1 ഇയറിൽ കംപ്ലീറ്റ് ചെയ്യണം, 1000 സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്യുന്നത് ചെയ്താൽ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് യൂട്യൂബാണ് ആ ചാനലിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമുക്ക് ആ ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി എന്നുള്ള മെയിൽ വരും. അങ്ങനെ നമ്മൾ ആ ചാനലിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് 1000 സബ്സ്ക്രൈബർ ഉണ്ടായതുകൊണ്ടോ 10000 സബ്സ്ക്രൈബർ ഉണ്ടായതുകൊണ്ടോ ഒരു ചാനലിന് യൂട്യൂബ് ഒരു ഇൻകം തരുന്നില്ല. ഇനി അങ്ങനെ വല്ല ഇൻകം തരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ അറിയിക്കുക. എൻ്റെ ചാനലിൽ അങ്ങനെ ഒരു ഇൻകം വന്നിട്ടില്ല. പിന്നെ ഇതുവരെയുള്ള എൻ്റെ യൂട്യൂബ് വരുമാനത്തെ കുറിച്ചും കൂടി കൃത്യമായിട്ട് പറയാം. പല ആൾക്കാരും എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്, മോളോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരുമായിട്ട്. പിന്നെ അവർക്ക് സ്വയം ഉള്ളിൽ തോന്നിയിട്ട് ചോദിക്കാൻ മടിയുള്ളവരുണ്ടാവും, അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ഒരു സബ്സ്ക്രൈബർ പിന്നിട്ടിരിക്കുന്നു. ഏകദേശം ഇതുവരെ എനിക്ക് 4000 വാച്ച് അവർ എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ പറ്റിയിട്ടില്ല. നമ്മുടെ ചാനലിന് ഈ നിമിഷം വരെ, ഈ വീഡിയോ ഇറങ്ങുന്ന നിമിഷം വരെ നമ്മുടെ ചാനലിന് ഇൻകം ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഭൂമിയിൽ ജീവിക്കേണ്ടത് ഹോപ്പ്, പ്രതീക്ഷകളാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ തന്നെയാണ് യൂട്യൂബിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായും തരാം. പിന്നെ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് എത്ര രൂപ ചെലവായെന്ന് ഞാൻ പറയാം. മീൻസ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ വരെ iPhone 16 Pro Maxലാണ് വീഡിയോ എടുക്കുന്നത്. അതുപോലെ മൈക്ക് സെറ്റ്, സ്റ്റാൻഡുകൾ, ഒരു എഡിറ്റിങ്ങിനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരു ലാപ്ടോപ്പ്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി മേടിച്ചതിന് എനിക്ക് ഏകദേശം കണക്കാക്കുമ്പോൾ ഒരു 2 ലക്ഷം രൂപയിലും ഒരു 2.20 2.25 അങ്ങനെയൊക്കെ ചെലവ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന ചെലവ്, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പൈസ നമ്മൾ കണക്കാക്കുന്നില്ല. അതൊക്കെ കണക്കാക്കി വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉള്ള പൈസ ചെലവോട് കൂടിയിട്ടാണ് ഇതുവരെ ഈ ചാനൽ പോയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ആരുടെ കയ്യിൽ നിന്നും 1 രൂപയോ ഒരു ചായയോ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മേടിച്ചിട്ടില്ല. പക്ഷെ ഇനി മുതൽ നമ്മൾ നമ്മുടെ ചാനലിനെ ആരെങ്കിലുമൊക്കെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അവരെ പ്രൊമോഷൻ, ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ റെസ്റ്റോറൻറ്റുകൾ, റിസോർട്ടുകൾ, അതുപോലെ വേറെ എന്തെങ്കിലും അക്കാദമികൾ, ഡാൻസ് അക്കാദമികൾ, കരാട്ടെ അക്കാദമികൾ, അതുപോലെ പേഴ്സണലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, ഇതൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ വയ്ക്കും. പരമാവധി ആൾക്കാർ അതിൽ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നിങ്ങളുടെ വാട്സപ്പ് വന്ന് മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ചാനൽ പോകും. പിന്നെ നമ്മുടെ ചാനലിന് തരുന്ന ഈ സപ്പോർട്ട് തുടർന്നുണ്ടാവും. അതൊരു ചെറിയ ചാനലാണ്, അതിന് തരുന്ന സപ്പോർട്ട്. പിന്നെ എൻ്റെ ഇടവക ജനങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള എൻ്റെ ഇടവക എടത്തിരുത്തി, തൃശ്ശൂർ ജില്ലയിലെ എടത്തിരുത്തിനെ, അപ്പോൾ അവിടുത്തെ പള്ളിയിലെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പെരുന്നാളിൻ്റെ. അപ്പോൾ അവിടുത്തെ
ആളുകളിൽ നിന്നൊക്കെ ഇടവചനങ്ങളിൽ നിന്നൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി മാത്രം. നമുക്ക് ഈ ചാനൽ തുടങ്ങി 8 മാസത്തിന് ഇടയിൽ പ്രത്യേകിച്ച് മോശം അനുഭവങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് പറയത്തക്ക ചെറിയ ചെറിയ 1-2 ഇൻസിഡന്റുകൾ നമുക്ക് ചാനൽ തുടങ്ങിയ പിന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ, 1-2 ആൾക്കാർ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ നമ്മുടെ ചാനലിനോട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ, അതുപോലെ 1-2 വീഡിയോസിൽ കുറച്ച് ഇതുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ഒഴിച്ചു നിർത്തിയാൽ ഇതുവരെ നമ്മുടെ ചാനലിന് നല്ല അനുഭവങ്ങളും നല്ല കാഴ്ചകളും നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഈ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റുകളും നിങ്ങൾ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. അപ്പം നമ്മൾ പരമാവധി ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ യൂട്യൂബ് വരുമാനം, എൻ്റെ യൂട്യൂബിൻ്റെ വന്ന രീതികൾ 8 മാസം പിന്നിട്ടു. യൂട്യൂബിലേക്ക് ആർക്കെങ്കിലും പുതിയതായിട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. എങ്ങനെയാണ് ഞാൻ ഈ ചാനലായെന്നും ഈ ചാനലിൻ്റെ രീതികളും ഇതിന് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഈ ചാനലിൻ്റെ കാര്യങ്ങൾ ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോകളെ കുറിച്ചും കൂടി ജസ്റ്റ് പറയാം. കരാട്ടെ റിലേറ്റഡ് വീഡിയോകൾ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അതുപോലെ റെസ്റ്റോറൻറ്റുകൾ, റിസോർട്ടുകൾ, അവരുടെ പ്രൊമോഷൻ വീഡിയോസ് അല്ലെങ്കിൽ വെറുതെ വന്ന് അവരുടെ അങ്ങനെ നല്ല സ്ഥലങ്ങളിലുള്ള ഇതുണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ ചെയ്യാൻ താല്പര്യമുള്ളത് പൂരങ്ങൾ, പെരുന്നാൾ, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഏതാ സ്ഥലത്താണുള്ള അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട്, നിങ്ങളെ കാണിച്ചു തരാൻ താല്പര്യമുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള. തുടർന്നും നമ്മുടെ വീഡിയോകൾ അങ്ങനത്തെ വീഡിയോകളുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത്, ഈ ചാനൽ തുടങ്ങിയ പിന്നെ എനിക്ക് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് വരെ ഉണ്ടായി. എനിക്കൊരു നമ്മുടെ എടുത്തിരുത്തിയിൽ തന്നെയുള്ളതാണ്, എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ, അത് ഡയറക്റ്റ് ചെയ്ത ആൾ എനിക്ക് അതിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് അയച്ചു തന്നിരുന്നു. ഏതായാലും എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർക്കും എനിക്ക് അവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയണം, നമ്മളെ അങ്ങനെ ഒരു കാര്യത്തിന് പരിഗണിച്ചതിന്. കാരണം ഞാൻ യൂട്യൂബിൽ നിൽക്കുമ്പോഴും എവിടെ നിൽക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സിനിമ റിലേറ്റഡ് കാര്യങ്ങളുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെറുപ്പം മുതലുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, സ്വപ്നമാണ്. സിനിമ എന്ന് പറയുന്ന എല്ലാവർക്കും താല്പര്യമുള്ള പോലെ സിനിമ റിലേറ്റഡ് കാര്യങ്ങളുമായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വന്ന എനിക്ക് ഒരു ഷോർട്ട് ഫിലിം എങ്കിലും ഒരു സ്ക്രിപ്റ്റ് ലൈഫിൽ ആദ്യമായിട്ട് അയച്ചു തന്ന അവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവരുടെ ഷോർട്ട് ഫിലിമൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കണമെന്ന് അറിയണു. അപ്പോൾ അവർക്കൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ. ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. പരമാവധി ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാൻ 8 മാസമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്നും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരമാവധി ആൾക്കാരൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇനി പറയാനുള്ളത്, നമ്മുടെ ചാനലിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാണ്. ലോങ് വീഡിയോസും ഷോർട്സും അതുപോലെ പറ്റാവുന്ന പോലെ എവിടെയെങ്കിലും ലൈവ് പ്രോഗ്രാമുകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയ ലൈവ് ഇടും. അപ്പോൾ എല്ലാവരും ഷോർട്സിനും ലോങ് വീഡിയോസിനും ഒരുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വന്നൊന്ന് ജസ്റ്റ് കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഓരോ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റുകൾ അറിയിക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പൂരങ്ങളും പെരുന്നാളുകളും ഒക്കെ എടുത്ത ഞാൻ തൃശ്ശൂർ പൂരം എടുത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ പോലെ ഏകദേശം ഓൾമോസ്റ്റ് ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ക്രൗഡിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഇതുപോലെ iPhone 16 Pro Max ഇങ്ങനത്തെ സാധനങ്ങളും സ്റ്റാൻഡും ഒക്കെ കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും നല്ല ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിയാലല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് തൃശ്ശൂർ പൂരം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി പരമാവധി പറ്റാവുന്ന പോലെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യത്തിലെ ഉത്സവത്തിന് ഈ വീഡിയോ ഇന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഇന്ന് കൊടി കയറാണ്. ഇനിയുള്ള 10 നാളുകൾ കൂടൽമാണിക്യത്തിലെ ഉത്സവം ഇരിഞ്ഞാലക്കുട, ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഭരതക്ഷേത്രം എന്ന് പറയപ്പെടുന്ന ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യത്തിലെ തുടങ്ങുകയായി. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ പരമാവധി പറ്റാവുന്ന പോലെ എനിക്ക്
അറിയില്ല എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് പറ്റുമെങ്കിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.